നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തളിപ്പറമ്പിൽ തെരുവ് നായകളുടെ അക്രമം, 3 പേർക്ക് കടിയേറ്റു. ജനജീവിതം ദുസ്സഹമാക്കി തെരുവു പട്ടികളുടെ വിളയാട്ടം. കാലം കാത്ത നീതി. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസ് 3 പ്രതികൾക്കും ജീവപര്യന്തം തടവ്. ശിക്ഷ വിധിച്ചത് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി. നീതി ലഭിച്ചത് 13 വർഷങ്ങൾക്ക് ശേഷം. ഓൺലൈൻ തട്ടിപ്പുകൾ മനുഷ്യജീവനെ ഓഫ്ലൈനാക്കുന്നു. നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് ACP. പണം നഷ്ടപ്പെട്ട ഉടനെ 1930 എന്ന നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും ACP TK രത്നകുമാർ. വാർത്തകൾ വിശദമായി. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ തെരുവ് നായയുടെ അക്രമം, 3 പേർക്ക് കടിയേറ്റു. ഇവരെ അടിയന്തരമായി തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ 3 പേർക്കാണ് തെരുവ് നായയുടെ അക്രമത്തിൽ പരിക്കേറ്റത്. കപ്പാലത്തെ C ജാഫർ, തൃച്ചംബരത്തെ S മുനീർ, പട്ടുവത്തെ PV വിനോദ് എന്നിവരെയാണ് രാവിലെ തെരുവ് നായ കടിച്ചത്. ഇവരെ അടിയന്തരമായി തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. തെരുവ് നായ അക്രമം സംബന്ധിച്ച് പോലീസിനെ വിവരം ധരിപ്പിച്ചതായി വാർഡ് കൗൺസിലർ കൂടിയായ സ്ഥിരം സമിതി ചെയർമാൻ PP മുഹമ്മദ് നിസാർ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ മുഹമ്മദ് നിസാർ എന്നിവർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. കേരളത്തിലെ തെരുവുനായ വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ബാലാവകാശ കമ്മീഷനും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം. ഓഗസ്റ്റ് 16 ഹർജികൾ പരിഗണിക്കാൻ മാറ്റി. സംസ്ഥാനത്ത് തെരുവുനായകളുടെ അക്രമം പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെ വർദ്ധിച്ചു വരികയാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അക്രമകാരികളായ തെരുവുനായകളെ ദയാവധം നടത്താൻ അനുവദിക്കണമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് തെരുവുനായ അക്രമത്തിൽ 11കാരൻ ഉൾപ്പെടെ മരിച്ചിട്ടുണ്ടെന്നും തെരുവുനായ ശല്യത്തെ തുടർന്ന് 6 സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണെന്നും ബാലാവകാശ കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. പയ്യാമ്പലം ബേബി ബീച്ചിൽ നഗരത്തിലെ ജ്വല്ലറി ജീവനക്കാരി ജീവനൊടുക്കിയത് ഓൺലൈൻ തട്ടിപ്പിൽ പണം നഷ്ടമായത് കാരണമാണെന്ന് കണ്ണൂർ ACP PK രത്നകുമാർ അറിയിച്ചു. ACP ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്താ സമ്മേളനത്തിൽ സൈബർ സെൽ CI സനൽകുമാറും പങ്കെടുത്തു. അഞ്ചുകണ്ടി സ്വദേശിനിയായ ജ്വല്ലറി ജീവനക്കാരിക്ക് ജീവൻ നഷ്ടമായത് തട്ടിപ്പിനിരയായ കാര്യം പോലീസിൽ അറിയിക്കാത്തതുകൊണ്ടാണെന്ന് ACP TK രത്നകുമാർ പറഞ്ഞു. വ്യാപകമാകുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ തടയാൻ അതീവ ജാഗ്രത പുലർത്തണമെന്നും കണ്ണൂർ ACP TK രത്നകുമാറും സൈബർ സെൽ CI സനൽകുമാറും പറഞ്ഞു. ഓൺലൈൻ തട്ടിപ്പിൽ പണം നഷ്ടമായി എന്ന് ബോധ്യമായാൽ ഉടൻ 1930 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യുക. പോലീസ് സ്റ്റേഷനിലും ബാങ്കിലും കയറിയിറങ്ങി സമയം പാഴാക്കുന്നത് പണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ദുഷ്കരമാക്കും. തട്ടിപ്പുകാർ പണം ചെലവഴിക്കുന്നതിന് മുമ്പ് കണ്ടെത്തിയാൽ നഷ്ടപ്പെട്ട തുക തിരിച്ചുപിടിക്കാനാകുമെന്നും ACP വ്യക്തമാക്കി. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ എയർപോർട്ടിലെ വലിയ ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ അന്യായമായ എൻട്രി ഫീ കുറയ്ക്കുക എന്ന ആവശ്യവുമായി കരുണ KTDOയുടെ ആഭിമുഖ്യത്തിൽ നിശബ്ദ പ്രതിഷേധ പ്രകടനം നടത്തി. മട്ടന്നൂരിൽ നിന്നും ആരംഭിച്ച് കണ്ണൂർ എയർപോർട്ട് കവാടത്തിൽ അവസാനിപ്പിച്ച വായ മൂടിക്കെട്ടിയുള്ള നിശബ്ദ പ്രതിഷേധത്തിൽ റോഷൻ മുഴപ്പിലങ്ങാട്, പ്രജിത്ത് ചക്കരക്കൽ, രജീഷ് മട്ടന്നൂർ, ചാലേഷ് ഐരാവതം തോട്ടട, ഷിനിൽ വാരം, ശ്രീനി പാനൂർ എന്നിവരുടെ നേതൃത്വത്തിൽ 60ഓളം ഡ്രൈവർമാർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിപ്പറമ്പിൽ തെരുവ് നായകളുടെ അക്രമം, 3 പേർക്ക് കടിയേറ്റു. ജനജീവിതം ദുസ്സഹമാക്കി തെരുവു പട്ടികളുടെ വിളയാട്ടം. കാലം കാത്ത നീതി. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസ് 3 പ്രതികൾക്കും ജീവപര്യന്തം തടവ്. ശിക്ഷ വിധിച്ചത് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി. നീതി ലഭിച്ചത് 13 വർഷങ്ങൾക്ക് ശേഷം. ഓൺലൈൻ തട്ടിപ്പുകൾ മനുഷ്യജീവനെ ഓഫ്ലൈനാക്കുന്നു. നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് ACP. പണം നഷ്ടപ്പെട്ട ഉടനെ 1930 എന്ന നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും ACP TK രത്നകുമാർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി.
പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITD മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wynard Village Resort. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ 3 പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ്. 2ാം പ്രതി സാജൻ, 3ാം പ്രതി നാസർ, 5ാം പ്രതി നജീബ് എന്നിവരെയാണ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. 2010 ജൂലൈ 4-നാണ് പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിമാറ്റിയത്. കൊച്ചിയിലെ പ്രത്യേക NIA കോടതി ജഡ്ജി അനിൽ ഭാസ്കറാണ് വിധി പറഞ്ഞത്. കേസിൽ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികൾക്കെതിരെ ഭീകരപ്രവർത്തനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ തെളിഞ്ഞതായി വിധി പ്രസ്താവത്തിൽ പറയുന്നു. 2ാം പ്രതി സജൽ, 3ാം പ്രതി നാസർ, 5ാം പ്രതി നജീബ്, 3ാം പ്രതി നൌഷാദ്, 11ാം പ്രതി മൊയ്തീൻ കുഞ്ഞ്, 12ാം പ്രതി അയൂബ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി വ്യക്തമാക്കി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് സജൽ. കുറ്റകൃത്യത്തിന് ശേഷം പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരാണ് 3ഉം 4ഉം പ്രതികൾ. 4ാം പ്രതി ഷഫീഖ്, 6ാം പ്രതി അസീസ്, 7ാം പ്രതി മുഹമ്മദ് റാഫി, 8ാം പ്രതി സുബൈർ, മൻസൂർ എന്നിവരെ വെറുതെ വിട്ടു. തെളിവില്ലെന്ന് കണ്ടാണ് ഇവരെ കുറ്റവിമുക്തരാക്കുന്നതെന്ന് കോടതി പറഞ്ഞു. ആദ്യഘട്ട വിചാരണ പൂർത്തിയാക്കി കോടതി 2015 ഏപ്രിൽ 30-ന് വിധി പറഞ്ഞിരുന്നു. 31 പ്രതികളിൽ 13 പേരെയാണ് അന്ന് ശിക്ഷിച്ചത്. 18 പേരെ വിട്ടയച്ചു. ഇതിനുശേഷം പിടികൂടിയ 11 പേരുടെ ശിക്ഷാവിധിയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. കേസിലെ 1ാം പ്രതി പെരുമ്പാവൂർ ഓടക്കാലി സ്വദേശി സവാദ് ഇപ്പോഴും ഒഴിവിലാണ്. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് NIA 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. 2010 ജൂലൈ 4-നാണ് പ്രൊഫസർ TJ ജോസഫിന്റെ കൈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിയത്. കോളേജിലെ 2ാം സെമസ്റ്റർ BCom മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ പ്രവാചകനെ അവഹേളിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. തിരുവോണം ബമ്പറിന്റെ 1ാം സമ്മാനത്തുക 30 കോടിയാക്കണമെന്ന് ശുപാർശ ധനവകുപ്പ് തള്ളി. 1ാം സമ്മാനം 25 കോടിയായി തുടരും. ഈ തവണ 2ാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക് നൽകും. കഴിഞ്ഞ തവണ 2ാം സമ്മാനം ഒരാൾക്ക് 5 കോടിയായിരുന്നു. തിരുവോണം ബമ്പർ കൂടുതൽ ആകർഷകമാക്കുന്നതിന് 1ാം സമ്മാനം 30 കോടിയാക്കണമെന്ന് ലോട്ടറി വകുപ്പ് ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ സമ്മാനത്തുകയായി 25 കോടി തന്നെ ഇത്തവണയും തുടർന്നാൽ മതിയെന്നാണ് വകുപ്പിന്റെ തീരുമാനം. നിലവിലെ സമ്മാനത്തുകയായി 25 കോടി തന്നെ ഇത്തവണയും തുടർന്നാൽ മതിയെന്നാണ് ധനവകുപ്പിന്റെ തീരുമാനം. 2ാം സമ്മാനത്തിന്റെ തുകയിൽ ഇത്തവണ മാറ്റമുണ്ട്. 5 കോടിയായിരുന്നു കഴിഞ്ഞ തിരുവോണം ബമ്പറിന്റെ 2ാം സമ്മാനം. ഇത്തവണ 1 കോടി വീതം 20 പേർക്ക് നൽകും. 67.5 ലക്ഷം ടിക്കറ്റുകളാണ് കഴിഞ്ഞ തവണ അച്ചടിച്ചിരുന്നത്. ഇതിൽ 66.5 ലക്ഷത്തിലേറെ ടിക്കറ്റുകൾ വിറ്റുപോയി. 2021-ൽ 1ാം സമ്മാനം 12 കോടിയും ടിക്കറ്റ് വില 300 രൂപയുമായിരുന്നു. ഇത്തവണയും തിരുവോണം ബമ്പറിന് നല്ല സ്വീകാര്യത ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭാഗ്യക്കുറി വകുപ്പ്. അതിനാണ് 2ാം സമ്മാനം 20 പേർക്ക് കിട്ടുന്ന തരത്തിൽ സമ്മാനഘടന ക്രമീകരിച്ചത്. 500 രൂപയാണ് തിരുവോണം ബമ്പർ ടിക്കറ്റിന്റെ വില. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.
നാളെ അഭിമാനക്കുതിപ്പ്. രാജ്യം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചാന്ദ്രയാൻ 3ന്റെ വിക്ഷേപണം വെള്ളിയാഴ്ച നടക്കും. ഇതിനായുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഉച്ചകഴിഞ്ഞ് 2:35 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാകും ചാന്ദ്രയാൻ 3 കുതിക്കുക. തുടർന്ന് 45 ദിവസത്തിനുള്ളിൽ പേടകം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമെന്ന് ISRO അറിയിച്ചു. തിരുവനന്തപുരം ISROയുടെ 3ാം ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ 3 വിക്ഷേപണം വെള്ളിയാഴ്ച. ഇതിനു മുന്നോടിയായുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു. തുടർന്ന് റോക്കറ്റിൽ ഇന്ധനം നിറയ്ക്കും. ബുധനാഴ്ച ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നടന്ന ഉന്നതതല യോഗം വിക്ഷേപണത്തിനുള്ള അന്തിമ അനുമതി നൽകി. വെള്ളി പകൽ 2:35 രണ്ടാമത്തെ വിക്ഷേപണ തറയിൽ നിന്നും പേടകവുമായി LVM-3 റോക്കറ്റ് കുതിക്കും. 16-ാം മിനിറ്റിൽ പേടകം ഭൂമിക്കടുത്തുള്ള താൽക്കാലിക ഭ്രമണപഥത്തിലെത്തും. 5 ഘട്ടമായി പഥം ഉയർത്തിയ ശേഷമാകും ചന്ദ്രനിലേക്ക് പേടകത്തെ തൊടുത്തുവിടുക. ഓഗസ്റ്റ് 3-ാം വാരം ചാന്ദ്രയാൻ പേടകം ചന്ദ്രന്റെ ആകർഷണ വലയത്തിൽ കടക്കും. പിന്നീട് പേടകത്തിലെ ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ച് പടിപടിയായി ചന്ദ്രന്റെ 100 കിലോമീറ്റർ അടുത്തേക്ക് താഴ്ത്തും. 23-നോ 24-നോ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യും. ലാൻഡറും റോവറും അടങ്ങുന്ന ദൗത്യത്തിന് 2 ആഴ്ചയാണ് കാലാവധി. വിക്ഷേപണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ് അറിയിച്ചു. ഇക്കുറി ദൗത്യം പൂർണ്ണ വിജയമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ്. മുൻ ദൗത്യങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ചു വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സോഫ്റ്റ് ലാൻഡിംഗ്. ചാന്ദ്രപ്രഭാതത്തിൽ ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്യും. ചാന്ദ്രപ്രഭാതത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പേടകത്തിന് ചെയ്യാവുന്ന ദൗത്യങ്ങൾ ഏറെ. സൗരോർജ്ജത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന പേടകത്തിന് ഇവിടെ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. ചന്ദ്രനിൽ ഒരു പകൽ ഭൂമിയിലെ 14 ദിവസത്തിന് തുല്യമാണ്. പകൽ ആരംഭിക്കുന്ന സമയത്ത് തന്നെ പേടകത്തെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിക്കാനാണ് ശ്രമം. ആഗസ്റ്റ് 23, 24 തീയതികളിൽ തെരഞ്ഞെടുത്തത് ഇതിന്റെ ഭാഗമായാണ്. ലാൻഡറിലും റോവറിലുമുള്ള സൗരോർജ്ജ പാനലുകൾ പ്രവർത്തിപ്പിക്കാൻ നല്ല സൂര്യപ്രകാശം ലഭിക്കണം. ഇതിനായി പാനലുകളുടെ വിസ്തൃതിയും ഊർജ്ജം ശേഖരിക്കാനുള്ള ശേഷിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 14 ദിവസത്തെ പര്യവേഷണ ദൗത്യമാണ് ലാൻഡറിനും റോവറിനും നിശ്ചയിച്ചിരിക്കുന്നത്. ചാന്ദ്രപ്രതലം, അന്തരീക്ഷം എന്നിവയെ പറ്റിയുള്ള നിരവധി വിവരങ്ങൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് അയക്കും. ലൂണ വൈകി പുറപ്പെടും, നേരത്തെ എത്തും. റഷ്യയുടെ ലാൻഡർ ലൂണ 25 യാത്ര പുറപ്പെടുന്നത് വൈകിയാണെങ്കിലും ചന്ദ്രയാനേക്കാൾ നേരത്തെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യും. ഏറെക്കാലത്തിനു ശേഷം റഷ്യൻ ബഹിരാകാശ ഏജൻസി നടത്തുന്ന ചാന്ദ്രദൗത്യത്തിൽ ലാൻഡർ മാത്രമാണുള്ളത്. ഓഗസ്റ്റ് 11 സോയൂസ് റോക്കറ്റിൽ പേടകം കുതിക്കും. നേരിട്ട് ചന്ദ്രനിലേക്ക് തൊടുത്തുവിടുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഉള്ളതിനാൽ വളരെ വേഗം ലൂണയ്ക്ക് ചാന്ദ്രപഥത്തിൽ എത്താനാകും. പടിപടിയായി പഥം ഉയർത്തിയാണ് ചാന്ദ്രയാനെ ചാന്ദ്രപഥത്തിൽ എത്തിക്കുന്നത്. ദക്ഷിണ ധ്രുവത്തിൽ ചാന്ദ്രയാൻ 3 ഇറങ്ങുന്നതിന് 100 കിലോമീറ്റർ അടുത്താണ് ലൂണ ഇറങ്ങുന്നത്. ചാന്ദ്രയാൻ ഇറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ആയിരിക്കും ഇത്. 1 വർഷത്തോളം പര്യവേഷണം നടത്താനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ലൂണയിലുണ്ട്. ചന്ദ്രനെ മണത്തറിയാനുള്ള ലക്ഷ്യവുമായി ജപ്പാൻ സ്പേസ് ഏജൻസി ഓഗസ്റ്റിൽ സ്മാർട്ട് ലാൻഡർ വിക്ഷേപിക്കുന്നുണ്ട്. ചാന്ദ്രയാൻ 2ന്റെ ഭാഗമായുള്ള ഓർബിറ്റർ, നാസ, ചൈന എന്നിവയുടെ ദൗത്യങ്ങൾ നിലവിൽ പര്യവേഷണം തുടരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 15 ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ധർണ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്യും. ജനാധിപത്യ സംവിധാനങ്ങളെ ഒഴിവാക്കി പാർലമെന്റിൽ പോലും ചർച്ചകൾ കൂടാതെ നടപ്പിലാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം തള്ളിക്കളയുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് ശക്തി പകരുക, വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക, ചരിത്രശാസ്ത്ര പാഠഭാഗങ്ങൾ ഒഴിവാക്കാനും തിരുത്തി എഴുതാനുമുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക, രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും ഫെഡറൽ തത്വങ്ങളും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത്. സംഘടനാശേഷിയും സമരപാഠവും വ്യക്തമാക്കുന്ന രീതിയിൽ 50%-ലധികം അധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തി. ഈ സമരത്തിൽ സംഘടന പ്രധാനമായും നമ്മുടെ നാട് നേരിടുന്ന വെല്ലുവിളികളെയും രാജ്യത്ത് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായ നയങ്ങളെയെല്ലാം അതിജീവിക്കുന്ന രീതിയിൽ കേരളം ഏർപ്പെട്ടിരിക്കുന്ന ബദലുകളെ സംരക്ഷിക്കുന്നതിനും അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ 36 മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന മാർച്ച് കളക്ടറേറ്റിന് സമീപം സമാപിക്കും. KSTA സംസ്ഥാന സെക്രട്ടറി MK നൌഷദ് അലി മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ AK ബീന, KC മഹേഷ്, KC സുധീർ, K ശശീന്ദ്രൻ, TV ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
ലങ്സ് വാൾവുകൾ തകരാറിലായ സിറ്റി 4 വയലിലെ 3 വയസ്സുകാരൻ സുമനസ്സുകളുടെ കനിവ് തേടുന്നു. കൊളോപ്പിന്റെ മിർഷാദിന്റെ 3 വയസ്സുള്ള മകൻ അമ്മാറാണ് ന്യൂമോണിയ ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ളത്. കുട്ടിക്ക് അടിയന്തരമായി 35 ലക്ഷം രൂപ കണ്ടെത്തണം. ഇതിനായി നിസാമുദ്ദീൻ ചെയർമാനും ജംഷീദ് തങ്ങൾ കൺവീനറായും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ സിറ്റി 4 വയൽ സ്വദേശി കൊളോപ്പിന്റെ മിർഷാദിന്റെ 3 വയസ്സുള്ള പിഞ്ചുമകൻ അമ്മാർ ന്യൂമോണിയ ബാധിച്ച് ലങ്സ് വാൾവുകൾ തകരാറിലാണ്. അപകടാവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. കണ്ണൂർ മിംസിലും ശ്രീചന്ദിലും മംഗലാപുരത്തുമായി കഴിഞ്ഞ 2 മാസം ചികിത്സിച്ചു. ഇപ്പോൾ അതീവ ഗുരുതരമായ അവസ്ഥയിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെന്റിലേറ്ററിൽ ദിവസങ്ങളോളം ചികിത്സയിലായ മകനു വേണ്ടി ഏകദേശം 12 ലക്ഷത്തോളം രൂപ കുടുംബത്തിന് ചിലവായി. ജീവൻ നിലനിർത്താനായി പാടുപെടുന്ന ഈ സന്ദർഭത്തിൽ കുട്ടിക്ക് തലച്ചോറിന് ചുരുക്കം സംഭവിക്കുകയും ഒരു കൈയുടെ ചലനാവസ്ഥ ഭാഗികമായി നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ദിവസേന 35,000-ഓളം രൂപ ചിലവ് വരുന്നുണ്ട്. ഏകദേശം 35 ലക്ഷം രൂപയോളം ഇതിനായി കണ്ടെത്തേണ്ടതുണ്ട്. ഉദാരമതികളായ എല്ലാവരും ഒന്ന് കൈകോർത്താൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താനാവും. കുട്ടിയുടെ ചികിത്സയ്ക്കായി ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. താഴെ കാണുന്ന അക്കൗണ്ടിലേക്ക് തങ്ങളാൽ കഴിയുന്ന തുക എത്രയും പെട്ടെന്ന് തന്നെ നൽകിക്കൊണ്ട് എല്ലാവരും കുട്ടിയുടെ ചികിത്സാ സഹായ കമ്മിറ്റിയിൽ പങ്കുചേരണമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. അമ്മാർ ചികിത്സാ സഹായ ഫണ്ട് ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ മെഹർ ജബീൻ പി, അക്കൗണ്ട് നമ്പർ 923011571855, IFSC കോഡ് UTIB 00001559, ഗൂഗിൾ പേ അഥവാ ഫോൺ പേ നമ്പർ 8089740481. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 35 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 5500 രൂപ, പവന് 44,000 രൂപ, വെള്ളി 79 രൂപ. അറിയിപ്പ്. നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമുള്ള സ്കൂളുകളിൽ നിന്നും ANM കോഴ്സ് പാസ്സായവർക്കും അപേക്ഷിക്കാം. അപേക്ഷകർ 2023 ഡിസംബർ 31 17 വയസ്സ് പൂർത്തിയാകുന്നവരും 35 വയസ്സ് കഴിയാത്തവരും ആയിരിക്കണം. ANM കോഴ്സ് പാസ്സായവർക്ക് പ്രായപരിധി ബാധകമല്ല. കോഴ്സിന് അനുയോജ്യരെന്ന് വിലയിരുത്തുന്ന 40 മുതൽ 50% വരെ അംഗപരിമിതിയുള്ളവർക്കായി 5% സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും വിശദവിവരങ്ങളും www.dme.kerala.gov.in ലഭിക്കും. അപേക്ഷാ ഫീസായി 100 രൂപ 021003100599 എന്ന ശീർഷകത്തിൽ ട്രഷറിയിൽ അടച്ച് പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം അസൽ ട്രഷറി ചെലാൻ സമർപ്പിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ ഫോട്ടോ പതിപ്പിച്ച് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി അസൽ ട്രഷറി ചെലാൻ, SSLC, +2 തത്തുല്യം, ജാതി, സ്വദേശം, താമസം, സ്വഭാവം, ഫിസിക്കൽ ഫിറ്റ്നസ് എന്നീ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ജൂലൈ 25-നകം തിരുവനന്തപുരം മെഡിക്കൽ വിദ്യാഭ്യാസ ഓഫീസിൽ നേരിട്ടോ തപാലിലോ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 04712528 ചീമേനി IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഈ അധ്യയന വർഷത്തേക്കുള്ള താൽക്കാലിക കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇന്റർവ്യൂ ജൂലൈ 18 രാവിലെ 10 മണിക്ക് കോളേജിൽ നടത്തും. 60% മാർക്കോടെ BSc കമ്പ്യൂട്ടർ സയൻസ് അഥവാ PGDCA എന്നിവയാണ് യോഗ്യത. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം പള്ളിപ്പാറയിലുള്ള കോളേജ് ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 8547005052 9447596129. കോഷൻ ഡെപ്പോസിറ്റ് കൈപ്പറ്റണം. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും 2016-17, 17-18. കാലാവസ്ഥ. ഇന്നും നാളെയും വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ഉൾപ്പെടെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കടലിൽ പോകരുത്. കേരളത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത. ഇന്ന് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മൺസൂൺ പാത്തിയുടെ പടിഞ്ഞാറേയറ്റം അതിന്റെ സാധാരണ സ്ഥാനത്ത് നിന്നും തെക്കോട്ടും കിഴക്കേയറ്റം വടക്കോട്ടും മാറി സ്ഥിതി ചെയ്യുന്നു. തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തിയും തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു. ഇതിന്റെ
സ്വാധീന ഫലമായി വരും ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മഴ മുന്നറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിപ്പറമ്പിൽ തെരുവ് നായകളുടെ അക്രമം, 3 പേർക്ക് കടിയേറ്റു. ജനജീവിതം ദുസ്സഹമാക്കി തെരുവു പട്ടികളുടെ വിളയാട്ടം. കാലം കാത്ത നീതി. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസ് 3 പ്രതികൾക്കും ജീവപര്യന്തം തടവ്. ശിക്ഷ വിധിച്ചത് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി. നീതി ലഭിച്ചത് 13 വർഷങ്ങൾക്ക് ശേഷം. ഓൺലൈൻ തട്ടിപ്പുകൾ മനുഷ്യജീവനെ ഓഫ്ലൈനാക്കുന്നു. നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് ACP. പണം നഷ്ടപ്പെട്ട ഉടനെ 1930 എന്ന നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും ACP TK രത്നകുമാർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.